Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 98ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين فلولا كانت قرية എന്തുകൊണ്ട് ഒരു നാടുണ്ടായില്ല, ആമനത്ത് അത് വിശ്വസിച്ചു, നഫഅഹ ഈമാനുഹ എന്നിട്ട് അതിൻ്റെ വിശ്വാസം അതിന് ഫലപ്പെടുകയും ചെയ്തു, ഇല്ലാ ഖൗമ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനതയല്ലാതെ. ലമ്മ ആമനു അവർ വിശ്വാസം കൈക്കൊണ്ടപ്പോൾ കശഫ്ന അൻഹും അവരിൽ നിന്ന് നാം നീക്കിക്കളഞ്ഞു, അദാബൽ ഖിസി നിന്ദ്യമായ ശിക്ഷ, ഹീനമായ ശിക്ഷ, ഫിൽ ഹയാത്തി ദുനിയ ഭൗതിക ജീവിതത്തിൽ. വമത്തഅനാഹും നാം അവർക്ക് ജീവിത വിഭവം നൽകി, ഇലാ ഹീൻ ഒരു കാലയളവ് വരെ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത്ത് എന്തുകൊണ്ട് വിശ്വസിച്ച ഒരു നാടുണ്ടായില്ല, ഫനഫഅഹ ഈമാനുഹ എന്നിട്ട് അതിൻ്റെ വിശ്വാസം അതിന് ഫലപ്പെടുകയും ചെയ്തു, ഇല്ലാ ഖൗമ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനത ഒഴികെ. ലമ്മ ആമനു അവർ വിശ്വസിച്ചപ്പോൾ കശഫ്ന അൻഹും അവരിൽ നിന്ന് നാം ദൂരീകരിച്ചു, നീക്കിക്കളഞ്ഞു, അദാബുൽ ഖിസി ഹീനതയുടെ ശിക്ഷയെ, ഫിൽ ഹയാത്തി ദുനിയ ഇഹലോകത്ത്. വമത്തഅനാഹും അവരെ നാം സുഖിപ്പിച്ചു, അല്ലെങ്കിൽ ജീവിത വിഭവങ്ങൾ അവർക്ക് നൽകി, ഇലാ ഹീൻ ഒരു കാലയളവ് വരേക്കും. കഴിഞ്ഞ സൂക്തങ്ങളിൽ 96, 97 സൂക്തങ്ങളിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് ഒരു അപവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു പറയുകയാണ്. എന്താണ് 96ലും 97ലും പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി യാഥാർത്ഥ്യമായവർ, ശിക്ഷാവിധിക്ക് അർഹരായവർ അവർ വിശ്വസിക്കുകയില്ല. എല്ലാതരം ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നാലും വേദനയുള്ള ശിക്ഷ കാണുന്നത് വരെ അവർ വിശ്വാസികളാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ അതിനൊരു അപവാദമാണ് ഉണർത്തുന്നത് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനത. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം അവരിൽ 33 വർഷക്കാലം പ്രബോധനം നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. 33 വർഷമോ അതിലധികമോ. എന്നിട്ട് അവർ വിശ്വസിക്കാൻ സന്നദ്ധരായില്ല. അവർ ധിക്കാരികളായി തുടർന്നു. അവസാനം അവരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷാവാചകം, ശിക്ഷാ നടപടിക്രമം യാഥാർത്ഥ്യമായി. ശിക്ഷാവിധിക്ക് അവർ അർഹരായി. ശിക്ഷാവിധിക്ക് അവർ അർഹരായപ്പോൾ ശിക്ഷ വന്നു തുടങ്ങുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് അവരിൽ നിന്ന് മാറിപ്പോയി, ഒഴിഞ്ഞുപോയി, രക്ഷപ്പെട്ടു പോയി. ആ സംഭവമാണ്. പിന്നെ അവർ വിശ്വസിക്കുകയും അള്ളാഹു അവരുടെ ശിക്ഷയെ ദൂരീകരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ എന്തുകൊണ്ട് ഒരു ജനവിഭാഗം ഉണ്ടായില്ല. ഖറിയ പറഞ്ഞാൽ നാട് പറഞ്ഞാൽ നാടല്ലല്ലോ വിശ്വസിക്കുക, നാട്ടുകാരാണല്ലോ. അതാണ് സൂചിപ്പിച്ചത്. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത്ത് വിശ്വസിച്ച ഒരു ജനത എന്തുകൊണ്ടുണ്ടായില്ല, അഥവാ ശിക്ഷാവിധിക്ക് അർഹരായിട്ട് അല്ലെങ്കിൽ ശിക്ഷ കണ്ടിട്ട് ഭയന്ന ഒരു ജനത, അങ്ങനെ വിശ്വസിച്ച ഒരു നാടുണ്ടായിട്ടില്ല. ഇല്ലാ ഫനഫഅഹ ഈമാനുഹ അവരുടെ ആ വിശ്വാസം അവർക്ക് ഫലപ്പെടുകയും ചെയ്തു, ഇല്ലാ ഖൗമ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനതയല്ലാതെ വേറൊരു വിഭാഗവും ശിക്ഷാവിധി സ്ഥിരപ്പെട്ടതിനു ശേഷം വിശ്വസിച്ച സംഭവം ഉണ്ടായിട്ടില്ല. എന്താണ് യൂനുസ് നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ചരിത്രം? യൂനുസ് നബി അലൈഹിസ്സലാം BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പ്രവാചകനാണ്. ഇറാഖിലെ മൗസിൽ പട്ടണത്തിനടുത്തുള്ള നീനവയാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി, കർമ്മരംഗം നീനവ. ഈ ചരിത്രം, ഈ നീനവ എന്ന പ്രദേശത്തെക്കുറിച്ച് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലേക്കുള്ള
യാത്രയിൽ സംഭവിച്ചൊരു കാര്യം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതൊന്ന് പറയാം. തായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചെന്ന് നോക്കിയല്ലോ. ആരെങ്കിലും തന്നെ സഹായിക്കുമെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാരൊക്കെ അവിടെ ധാരാളമുണ്ട്. മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പാണ്. മക്കക്കാർ അദ്ദേഹത്തെ തിരസ്കരിക്കുക. അപ്പോൾ തായിഫിലൊരു ശ്രമം നടത്തി നോക്കാം, താഴ്വത്ത് തന്നെ സഹായിക്കാൻ, തൻ്റെ താഴ്വത്തിൽ സഹായിക്കാൻ, തൻ്റെ ആദർശം അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ആരെങ്കിലുമൊക്കെ അവിടുന്ന് കിട്ടിയെങ്കിലോ. പക്ഷേ തായിഫുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിന്ദിക്കുകയും വഷളാം വിധം ആക്രമിക്കുകയുമാണ്. തെരുവ് പിള്ളേരെ വിട്ടുകൊണ്ട്, വികൃതി പിള്ളേരെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ തെരുവ് ഗുണ്ടകളെ വിട്ടുകൊണ്ട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞോടിക്കുകയാണ് അവർ ചെയ്തത്, അവിടുത്തെ പ്രമാണിമാരൊക്കെ. അപ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞോടി രക്ഷപ്പെട്ട് വരുമ്പോൾ ഒരു തോട്ടത്തിൻ്റെ ചുമരിൽ മതിലിൽ ചാരിയിരുന്ന ഒരു സംഭവം നമുക്കറിയാലോ. ഉത്ബ ഷൈബ എന്ന് പറയുന്ന മക്കക്കാരായ നബിയുടെ പ്രതിയോഗികളുടെ തന്നെ തോട്ടമാണ് അവിടെ. അദ്ദാസ് എന്ന് പറയുന്ന ഒരു തോട്ടക്കാരൻ, ആ തോട്ടം കാവൽക്കാരൻ, അദ്ദേഹമാണ് ആ തോട്ടം പരിപാലിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്ന അവശനായി തോട്ടത്തിനടുത്തുള്ള ഒരു മതിലിൽ ചാരിയിരിക്കുന്നത് കണ്ട അദ്ദാസിൻ്റെ അടുക്കൽ അതിൻ്റെ ഉടമ ഒരു മുന്തിരിക്കൊല കൊടുത്തേക്കാണ് ആ മനുഷ്യനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ച അവശനായ സന്ദർഭമാണ്. മുന്തിരി വാങ്ങിയിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നുക. ബിസ്മില്ല. ഇത് കേട്ട അദ്ദാസ് അദ്ദേഹം അത്ഭുതപ്പെടുക. ഇവിടെ ആരും ഇങ്ങനെയൊന്നും പറയലില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്? ഞാൻ നീനവ പ്രദേശത്തുള്ള ആളാണ്. നീനവ പ്രദേശത്തുള്ള ആൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രതികരിക്കുന്നു, എൻ്റെ സഹോദരൻ യൂനുസ് ഇബ്നു മത്തായി അല്ലേ, അദ്ദേഹത്തിൻ്റെ നാടാണ് അല്ലേ, എൻ്റെ സഹോദരൻ യൂനുസ് ഇബ്നു മത്തായി എന്ന് പറഞ്ഞാൽ നബിയുടെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാം. അപ്പോൾ അങ്ങനെ അദ്ദാസ് അത്ഭുതപ്പെടുക. അദ്ദേഹം ഒരു ക്രിസ്തു മതവിശ്വാസിയായിരുന്നു അത്രേ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്തു. യജമാനന്മാർ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ അവരുടെ സേവകരായ അദ്ദാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാമയുടെ ഒരു പരാമർശം മുമ്പ് നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം ഇറാഖിലെ മൗസിൽ പ്രദേശത്തിനടുത്തുള്ള നീനവായിലാണ് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 33 വർഷത്തോളം അല്ലെങ്കിൽ അതിലധികം എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അവിടെ ദഅവത്ത് നടത്തിയ. ആളുകളാരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ സന്നദ്ധരായില്ല. എപ്പോഴും ധിക്കാരത്തിലും അധർമ്മത്തിലും തന്നെ മുഴുകിക്കൊണ്ടിരുന്നു. അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി അവരിൽ യാഥാർത്ഥ്യമായി. അള്ളാഹു തആല അവർ ശിക്ഷിക്കപ്പെടുമെന്ന് അറിയിച്ചു പ്രവാചകനെ. എന്നിട്ട് ഈ ശിക്ഷ പുലർന്നു വരുന്നത് കാണുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം നാട്ടുകാരറിയാതെ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അവിടെ നിന്ന് പോവാണ്. സൂറത്ത് അംബിയയിലെ കാര്യം വരുന്നുണ്ട്. വദന്നൂനി ദഹബ മുഗാളിബൻ. ദന്നൂൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ നൂൻകാരൻ. നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നൊരർത്ഥമുണ്ട്. മത്സ്യക്കാരൻ. അവരിൽ നിന്ന് അവരോട് കോപ്പിച്ച് പോയി. ഫലന്ന അല്ല നഖ്ദിർ അലൈഹി. അദ്ദേഹം വിചാരിച്ച് നമുക്ക് അദ്ദേഹത്തെ പിടികൂടാൻ പറ്റൂല എന്നാണ്. ഫനാദാ ഫിൽ ളുലുമാത്തി. എന്നിട്ട് ഇരുട്ടുകളിൽ അദ്ദേഹം വിളിച്ച് കേണു, അല്ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ദിക്ർ ആ ദുആ നമുക്കറിയാലോ. നാഥ, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, നീയാണ് പരിശുദ്ധൻ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ ചെയ്തത് വലിയ അക്രമമായിപ്പോയി, ഞാൻ അക്രമികളിൽ പെട്ടല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാട് വിട്ടിട്ട് ഒരു കപ്പലിൽ കയറുകയും കപ്പൽ കടൽക്ഷോഭത്ത് പെട്ടപ്പോൾ അദ്ദേഹത്തെ കപ്പൽക്കാർ നറുക്കിട്ടിട്ട് ഒരാളെ പുറത്ത് കളയണം, അല്ലെങ്കിൽ ഭാരക്കൂടുതൽ കൊണ്ട് കപ്പൽ മുങ്ങും, അദ്ദേഹത്തെ പുറത്തെറിയണം എന്നാണ് നറുക്ക് കിട്ടിയത്. അദ്ദേഹത്തെ കടലിലേക്ക് എറിഞ്ഞൊരു മത്സ്യം വിഴുങ്ങി 40 ദിവസം അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്നു എന്നാണ് പറയണം. സൂറത്ത് സ്വാഫാത്തിൽ ആ വിഷയം വരുന്നുണ്ട്. അധികം കൂടുതലായിട്ടൊന്നും ഖുർആൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയി. ജനങ്ങൾ ശിക്ഷ ഇങ്ങനെ കാണുകയാണ്. ഒരു പുക മൂടി വരികയാണ് അത്ര അവർക്ക് അനുഭവപ്പെട്ടത്. നാട്ടിലിങ്ങനെ ഒരു പുക വളർന്ന് ഇങ്ങനെ വരിക. ആകെ നിനവ പ്രദേശമാകെ പുക മൂടി വരിക. അങ്ങനെ ഇരുട്ടായി മാറുക. പകൽ സമയത്ത് ഇരുട്ട് കൂടി ഇങ്ങനെ വരിക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം താക്കീത് ചെയ്ത ശിക്ഷയാണ്. അതുതന്നെയാണെന്ന് അവരോട് ഉറപ്പിച്ചു. അവർ യൂനുസ് നബിയെ തെരഞ്ഞു നോക്കി, അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം അപ്പോഴേക്കും മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടിരിക്കണം. അദ്ദേഹം നാട് വിട്ടിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും പേടിച്ചരണ്ട് കരഞ്ഞ് വീട്ടുകാരെയും
അവരുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൂട്ടി ഒരു മൈതാനത്തെത്തി തമ്പടിക്കുകയാണ്. പിന്നെ തമ്പടിക്കാച്ചാൽ അവിടെ കരഞ്ഞ് പേടിച്ച് വിറച്ച് അള്ളാഹിനോട് പറയണം, അള്ളാഹ് ഞങ്ങൾ വിശ്വസിച്ചു, ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണം. അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവർ കേഴുകയാണ്. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവരിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു തആല തീരുമാനിച്ച ശിക്ഷയെ അവൻ തന്നെ നീക്കുകയും ചെയ്തു, ദൂരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ആ സംഭവമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത്ത്, ശിക്ഷ സ്ഥിരപ്പെട്ട ഒരു നാടും ഉണ്ടായിട്ടില്ല. ഫനഫഅഹ ഈമാനുഹ, എന്നിട്ട് അതിൻ്റെ ഈമാൻ അതിന് ഫലപ്പെടുകയും ചെയ്ത ഒരു നാടുമില്ല. അങ്ങനെ ശിക്ഷാവചനം സ്ഥിരീകരിക്കപ്പെട്ട എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇല്ല ഖൗമ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനത ഒഴികെ. അവർ വിശ്വസിച്ചു. അപ്പോൾ കശഫ്നാ അൻഹും അദാബുൽ ഖിസി, ഈ നിന്ദ്യതയുടെ അല്ലെങ്കിൽ ഹീനതയുടെ ശിക്ഷയെ നാം അവരിൽ നിന്ന് ദൂരീകരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. അങ്ങനെ വേറൊരു നാട് ഉണ്ടാവണില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ കൺമുമ്പിൽ കാണുമ്പോൾ പോലും അവർക്ക് രക്ഷപ്പെടാൻ തോന്നണില്ല. പക്ഷെ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, പ്രവാചകൻ അവരിൽ നിന്ന് നേരത്തെ പോയി. അള്ളാഹ് അദ്ദേഹത്തെ ഒന്ന് പിടികൂടാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഒരു മത്സ്യം, കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു മത്സ്യം വിഴുങ്ങി. അതുകൊണ്ട് കൂടിയാണ് ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കാതെ വിട്ടത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ സംഭവം, ശിക്ഷയുണ്ടെന്ന് പ്രവാചകന്മാർ പറഞ്ഞാൽ അള്ളാഹു ശിക്ഷ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ മുമ്പ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ വഴങ്ങി മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ അവൻ ശിക്ഷയെ ദൂരീകരിക്കും എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ അല്ലാഹു തആല നമ്മളെ ഉണർത്തുന്നത്. ഇങ്ങനെ ശിക്ഷ കണ്ട് ഭയന്നിട്ട് ഒരു ജനതയെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസം ഫലപ്രദമാവുകയോ ചെയ്ത ഒരു അനുഭവമല്ല യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനതയല്ലാതെ. സാധാരണഗതിയിൽ അങ്ങനെ ശിക്ഷ അള്ളാഹുവിൻ്റെ ശിക്ഷാ തീരുമാനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് കാര്യങ്ങൾ സംഭവിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഫലൗല കാനത്ത് ഖറിയത്തുൻ, എന്തുകൊണ്ട് ഒരു നാടുണ്ടായില്ല, അഥവാ ശിക്ഷ സ്ഥിരപ്പെട്ട ഒരു നാട്. ഫനഫഅഹ ഈമാനുഹ, എന്നിട്ട് അതിൻ്റെ ഈമാൻ വിശ്വാസം അതിന് ഫലപ്രദമാവുകയും ചെയ്ത ഒരു നാട്. ഇല്ലാ ഖൗമ യൂനുസ് നബി അലൈഹി സ്വലാമയുടെ ജനതയല്ലാതെ മറ്റൊരു നാടില്ല. 96-97 സൂക്തങ്ങളിൽ പറഞ്ഞ വിഷയത്തിനൊരു അപവാദമാണിത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഫലൗല കാനത്ത് ഖറിയത്തുൻ, എന്തുകൊണ്ട് ഒരു നാടുണ്ടാകുന്നില്ല. നാട് പറഞ്ഞാൽ നാട്ടുകാരാണല്ലോ വിശ്വസിക്കേണ്ടത്. പക്ഷെ നശിപ്പിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നാടടക്കം ആണല്ലോ അതിൽ പെടുക. ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത്ത് ഫനഫഅഹ ഈമാനുഹ, എന്തുകൊണ്ട് ഒരു നാടുണ്ടായില്ല അല്ലെങ്കിൽ ഒരു ജനവിഭാഗം ഉണ്ടായില്ല. ആമനത്ത്, അത് വിശ്വസിച്ചു. ഫനഫഅഹ ഈമാനുഹ, എന്നിട്ട് അതിൻ്റെ വിശ്വാസം അതിന് ഫലപ്പെടുകയും ചെയ്തു. ഇല്ല ഖൗമ യൂനുസ് നബിയുടെ ജനതയല്ലാതെ മറ്റൊരു ജനതയും ഉണ്ടായിട്ടില്ലല്ലോ. ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ കശഫ്ന അൻഹും അദാബിൽ ഖിസിയ, ഹീനതയുടെ ശിക്ഷയെ നാം അവരിൽ നിന്ന് ദൂരീകരിച്ചു. കശഫ എന്ന നീക്കിക്കളഞ്ഞു, ദൂരീകരിച്ചു. ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷയെ അല്ലാഹു തആല ദൂരീകരിച്ചു. വമത്തഅനാഹും, നാം അവരെ ആസ്വദിപ്പിച്ചു, സുഖിപ്പിച്ചു, ജീവിത വിഭവങ്ങൾ നൽകി. മത്താഴ് നൽകി, ഇലാഹിൻ, ഒരു നിശ്ചിത അവധി വരേക്കും. പക്ഷേ ആ ശിക്ഷയെ അല്ലാഹു തആല തൽക്കാലത്തേക്ക് ദൂരീകരിച്ചെങ്കിലും അധികം കഴിയുന്നതിൻ്റെ മുമ്പ് പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാം അവരിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അവർ വലിയൊരു ജനസഞ്ചയമായി മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം വീണ്ടും അവരുടെ നടപടിക്രമം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായപ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിനെ ധിക്കരിച്ചു കൊണ്ടായപ്പോൾ, അവർ താന്തോന്നികളും അധർമ്മികളുമായി മാറിയപ്പോൾ അല്ലാഹു തആല ഒരു നിശ്ചിത സമയം വരെ അവധി കൊടുത്തു. പിന്നെ അവരെ പിടികൂടി. മത്താഴിനാഹും ഇലാഹിൻ, ഒരു നിശ്ചിത സമയം വരേക്കും അല്ലെങ്കിൽ അവധി വരേക്കും നാം അവർക്ക് വിഭവം നൽകി എന്നുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയിൽ അകപ്പെടുന്നതിലും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
കൃത്യമായി കണിശമായി ഈമാനും ഇസ്ലാമും അനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയെടുക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ